ഭാവന പറഞ്ഞിട്ടാണ് സുപ്രിയ വിളിക്കുന്നത്. അതിനുശേഷം എല്ലാ ഫംഗ്ഷനും എന്നെ വിളിക്കും. ഉണ്ണി PS. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. മോളിവുഡിലെ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് മാതൃകയിലേക്ക് മലയാള സിനിമാ രംഗവും ഫാഷൻ ലോകവും മാറുന്നു. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഉണ്ണി PS. നടി കാവ്യ മാധവന് വേണ്ടി ചെയ്ത മേക്കപ്പുകളിലൂടെയാണ് ഉണ്ണി ശ്രദ്ധ നേടുന്നത്. കാവ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണിയാണ്. മലയാളത്തിലെ നിരവധി താരങ്ങൾക്ക് വേണ്ടി ഉണ്ണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിർമ്മാതാവും നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയുമായ സുപ്രിയ മേനോന് അടുത്തിടെ നിരവധി ഇവന്റുകളിൽ ഉണ്ണി മേക്കപ്പ് ചെയ്തു. സുപ്രിയയെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഉണ്ണി. കൈരളി TVയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഭാവന പറഞ്ഞിട്ടാണ് സുപ്രിയ വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഭാവനയുടെ വെഡ്ഡിംഗ് ഫംഗ്ഷന് മേക്കപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം ഭാവനയാണ് സജസ്റ്റ് ചെയ്തത്. നാച്ചുറൽ മേക്കപ്പിന്റെ ആളാണ് സുപ്രിയ. സുപ്രിയയ്ക്ക് അതാണ് ചേർച്ച. ഒരു പ്രാവശ്യം മേക്കപ്പ് ചെയ്തു. അതിനുശേഷം സ്ഥിരമായി എല്ലാ ഫംഗ്ഷനുകൾക്കും എന്നെ വിളിക്കും. പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് പുള്ളിക്കാരി കംഫർട്ടബിൾ ആണെന്നും ഉണ്ണി PS വ്യക്തമാക്കി. നിഖില വിമലിനെ കുറിച്ചും ഉണ്ണി സംസാരിച്ചു. നിഖില എന്റെ നല്ല സുഹൃത്താണ്. വീട്ടിൽ വരും. അമ്മയുടെ അടുത്ത് വന്ന് ചോറൊക്കെ കഴിക്കും. ഒരു കുടുംബാംഗം പോലെയാണ്. നിഖിലയ്ക്കൊപ്പം ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഷൂട്ട് നമുക്കൊരു വെക്കേഷൻ പോലെയാണെന്നും ഉണ്ണി പറഞ്ഞു. അടുത്തിടെ വിവാഹിതയായ നടി മീര നന്ദന് വേണ്ടി വിവാഹ ദിനത്തിൽ മേക്കപ്പ് ചെയ്തതും ഉണ്ണിയാണ്. മീരയുടെ അടുത്ത സുഹൃത്താണ് ഉണ്ണി. മുമ്പൊരിക്കൽ മേക്കപ്പ് രംഗത്തേക്കുള്ള തന്റെ കടന്നുവരവിനെ കുറിച്ച് ഉണ്ണി സംസാരിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഫഷനിൽ എത്തിപ്പെടുമെന്ന് അറിയാമായിരുന്നു. ആ സമയത്ത് താൻ ഡാൻസ് ചെയ്യുമായിരുന്നു. പരിപാടികൾക്ക് സ്വന്തമായാണ് മേക്കപ്പ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരാളുടെ അസിസ്റ്റന്റായാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അന്ന് ആരും പിന്തുണച്ചിരുന്നില്ല. കാരണം ഇതൊരു പ്രൊഫഷൻ ആണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ ആണുങ്ങളാണോ മേക്കപ്പ് ചെയ്യുന്നത് എന്ന ചോദ്യം ഒരുപാട് കേട്ടിരുന്നു. അത് സ്ത്രീകളുടെ മാത്രം പ്രൊഫഷനാണ് എന്ന് കരുതിയ കാലമായിരുന്നു അത്. പാർലറിൽ മേക്കപ്പ് ചെയ്യുന്നതായിരുന്നു അന്ന് ആളുകൾക്ക് അറിയുന്ന രീതിയെന്നും ഉണ്ണി ചൂണ്ടിക്കാട്ടി. മേക്കപ്പ് എന്നത് വലിയ പ്രൊഫഷനാണ്. അവിടെ ജെൻഡർ വ്യത്യാസമില്ല. നിങ്ങൾക്ക് ടാലന്റും പാഷനും ഉണ്ടെങ്കിൽ ഉറപ്പായും തിളങ്ങാൻ കഴിയുന്ന ഫീൽഡാണിതെന്നും ഉണ്ണി PS ചൂണ്ടിക്കാട്ടി.